ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 28 വെള്ളിയാഴ്ചയാണ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റുകളിൽ US മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റുകൾ ഒരു ഇടിവിലേക്ക് പോയി. ഇന്ന് US നിന്നും പുറത്തു വരാനിരിക്കുന്ന പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയിൽ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുക. കൂടാതെ US ഇപ്പോൾ US പ്രസിഡന്റ് ബൈഡനും ട്രംപും തമ്മിലുള്ള പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ഇപ്പോൾ രാവിലെ 6:30 മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇന്നലെ സെബി ചീഫ് മദാർബി പൂരിബുച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ പറഞ്ഞ പ്രസക്തമായ കാര്യങ്ങൾ നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ന് RBIയുടെ 50,000 കോടി രൂപയുടെ 3 ദിവസത്തെ വേരിയബിൾ റേറ്റ് റിപ്പോ ലേലം ആരംഭിക്കുകയാണ്. നിഫ്റ്റിയിലേക്ക് വന്നാൽ ശക്തമായ നിലയിലാണ് നിഫ്റ്റി ഉള്ളത്. 24,000 എന്ന മാർക്ക് കംഫർട്ടബിൾ ആയി ക്രോസ് ചെയ്യാൻ സാധിച്ചു. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നും സൂചിപ്പിക്കുന്നത് 70 മുതൽ 75 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒത്തിരിയേറെ വാർത്തകൾ നമുക്ക് നോക്കാനുണ്ട്. വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ആദ്യത്തേത് 50,000 കോടി രൂപയുടെ 3 ദിവസത്തെ വേരിയബിൾ റേറ്റ് റിപ്പോ ലേലം ജൂൺ 28, അതായത് ഇന്ന് RBI ആരംഭിക്കും. ആദ്യം വേരിയബിൾ റേറ്റ് റിപ്പോ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. VRR ലേലം ബാങ്കിംഗ് സംവിധാനത്തിലെ പണലഭ്യത നിയന്ത്രിക്കുന്നതിന് സെൻട്രൽ ബാങ്ക് ഉപയോഗിക്കുന്ന ഒരു മോണിറ്ററി പോളിസി ടൂളാണിത്. ജൂൺ 28-ന് RBI 50,000 കോടി രൂപയുടെ 3 ദിവസത്തെ വേരിയബിൾ റേറ്റ് റിപ്പോ ലേലം ആരംഭിക്കും. ഇന്ന് രാവിലെ 10 മണി മുതൽ 10:30 വരെയാണ് ലേലം നടക്കുക. നിലവിൽ ബാങ്കിംഗ് സംവിധാനത്തിൽ ഏകദേശം 1.52 ലക്ഷം കോടി രൂപയുടെ ലിക്വിഡിറ്റി ഡെഫിസിറ്റ് ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തരത്തിൽ പണലഭ്യത വർദ്ധിപ്പിക്കുന്നത് വിപണി വികാരം മെച്ചപ്പെടുത്തും. കൂടാതെ വായ്പയും നിക്ഷേപ പ്രവർത്തനങ്ങളും പിന്തുണയ്ക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. അടുത്തതായി സെബി ചെയർപേഴ്സൺ മദാർബി പൂരി പറഞ്ഞ പ്രസക്തമായ കുറച്ച് കാര്യങ്ങളിലേക്ക്. ഇൻസൈഡർ ട്രേഡിംഗ് തുടങ്ങിയ മാർക്കറ്റ് തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് വ്യവസായങ്ങളുമായി സെബി സഹകരിക്കുന്നു. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യ AMFI ഈ സംവിധാനങ്ങൾക്കായുള്ള നിർദ്ദേശത്തിന് അന്തിമ രൂപം നൽകുന്നു. ഇനി വലിയ ഫണ്ട് ഹൗസുകൾ, അതായത് 10,000 കോടി രൂപയോ അതിൽ കൂടുതലോ ആസ്തിയുള്ളവ സെബിയുടെ അന്തിമ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതിന് ശേഷം 3 മാസത്തിനുള്ളിൽ അത് നടപ്പിലാക്കണം. ചെറിയ ഫണ്ട് ഹൗസുകൾക്ക് 6 മാസം വരെ കാലയളവുണ്ട്. മറ്റൊരു കാര്യം കൂടി സെബിയിൽ നിന്നും ഇന്നലെ വന്നത്, ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓഹരി വിലയ്ക്ക് ഒരു പുതിയ മാർഗം മാർക്കറ്റ് റെഗുലേറ്റർ നിർദ്ദേശിക്കുകയുണ്ടായി. റിവേഴ്സ് ബുക്കിംഗ് ബിൽഡിംഗ് രീതി ഉപയോഗിക്കുന്നതിന് പകരം ഒരു നിശ്ചിത വില ഉപയോഗിക്കും. ഈ നിശ്ചിത വില കുറഞ്ഞ വിലയേക്കാൾ 15% കൂടുതലായിരിക്കും. അതായത് ഫ്ലോർ പ്രൈസിൽ നിന്നും 15% പ്രീമിയത്തിലായിരിക്കും വില ഉണ്ടായിരിക്കുക. കമ്പനികൾക്ക് ഡീലിസ്റ്റിംഗ് പ്രക്രിയ എളുപ്പമാക്കുകയും ഓഹരി ഉടമകൾക്ക് അവരവരുടെ ഓഹരിയുടെ ന്യായമായ വില ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം റിലയൻസ് ഇൻഡസ്ട്രീസ്. 2.5 വർഷത്തിന് ശേഷം റിലയൻസ് ജിയോ 12% മുതൽ 15% വരെ അവരുടെ താരിഫ് നിരക്കുകളിൽ വർധനവ് വരുത്തിയിരിക്കുന്നു. മറ്റൊരു കമ്പനി പോളിക്യാബ് ആണ്. ബ്ലോക്ക് ഡീൽ വഴി പ്രൊമോട്ടർമാർ 2.04% വരെ ഓഹരികൾ വിൽക്കുന്നു. ഓഫർ വില പരമാവധി 6,535 മുതൽ 6,989.25 വരെയാണ്. വ്യാഴാഴ്ച അവസാനിച്ച വിലയിൽ നിന്ന് ഏകദേശം 6.5% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ബ്ലോക്ക് ഡീൽ ഉണ്ടായിരിക്കുക എന്നാണ് വാർത്തകൾ വരുന്നത്. അടുത്തത് HCL ടെക് ആണ്. HCL ടെക്കിന്റെ 0.46% ഇക്വിറ്റി ഓഹരികൾ ജൂൺ 28-ന് 1,757 കോടി രൂപയ്ക്ക് ബ്ലോക്ക് ഡീൽ വഴി വിൽക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് സാംഹി ഹോട്ടൽസ് ആണ്. GTI ക്യാപിറ്റൽ ആൽഫ ബ്ലോക്ക് ഡീൽ വഴി സാംഹി ഹോട്ടലിലെ 3% ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ടെന്ന് CNBC TV 18 റിപ്പോർട്ട് ചെയ്യുന്നു. ഫ്ലോർ പ്രൈസ് 187.07 രൂപയാണ്. മറ്റൊരു കമ്പനി അംബുജ സിമന്റ്സ് ആണ്. അദാനി എന്റർപ്രൈസസിന്റെ അനുബന്ധ സ്ഥാപനമായ അദാനി സിമന്റേഷനുമായി ലയിപ്പിക്കാൻ തങ്ങളുടെ ബോർഡ് അനുമതി നൽകിയതായി അംബുജ സിമന്റ് അറിയിച്ചു. ഈ നിർദ്ദിഷ്ട പദ്ധതിയിലൂടെ അദാനി എന്റർപ്രൈസിന് അംബുജ സിമന്റിന്റെ 8.7 ദശലക്ഷം ഓഹരികൾ ലഭിക്കും. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഒന്നും തന്നെയില്ല. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അറിയിക്കാനുള്ളത്, നമ്മുടെ സ്ഥിരമായി നടക്കാറുള്ള ലൈവ് കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിങ്കളാഴ്ച മുതൽ വീണ്ടും ലൈവ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ രാവിലെ 10 മണി മുതൽ 3:30 വരെ ആയിരിക്കും ലൈവ് ഉണ്ടായിരിക്കുക. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലത്തെ മാർക്കറ്റ് റൗണ്ട് അപ്പ് ഒന്ന് നോക്കാം. മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. നിഫ്റ്റി അങ്ങനെ കാത്തിരുന്ന 24,000 എന്ന മാർക്ക് ടച്ച് ചെയ്യുകയും അതിന് മുകളിലായി ക്ലോസ് ചെയ്യാനും സാധിച്ചു. നിഫ്റ്റി 24,088 എന്ന ചരിത്രം കുറിച്ചു. നിഫ്റ്റി ബാങ്കും സെൻസെക്സും ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. അൾട്രാടെക്കും ഇന്ത്യ സിമന്റും വലിയ നേട്ടമുണ്ടാക്കി. പോസിറ്റീവ് ബ്രോക്കേജ് നോട്ടിനെ തുടർന്ന് മണപ്പുറം ഫിനാൻസ് ഇന്നലെ ഉയർന്നു.
താരിഫ് ഹൈക്കിന്റെ എക്സ്പെക്ടേഷൻ ടെലികോം സെക്ടർ ഉയരാനുള്ള ഒരു കാരണമായി. ഫെർട്ടിലൈസർ, അഗ്രികൾച്ചർ സ്റ്റോക്കുകൾ ഇന്നലെ പ്രഷറിലായിരുന്നു. ഈ സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകൾ ഇന്നലെ വലിയ രീതിയിൽ തന്നെ ഡൗൺ ആയി. നിഫ്റ്റിയിലേക്ക് 24,000 മുകളിലായി 24,044 175 പോയിന്റ്സ് ഉയർന്നാണ് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. അടുത്തത് ഡെയിലി ക്യാൻഡിലാണ്. വലിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്നലെ ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഒരു 3 വൈറ്റ് സോൾജിയേഴ്സിന് സമാനമായ ക്യാൻഡിലുകളാണ് ഫോം ആയത്. അതും നല്ല വോളിയത്തോടു കൂടിയുള്ള ക്യാൻഡിലുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെയും നിഫ്റ്റി വലിയ രീതിയിൽ തന്നെ ഉയർന്നു. നിഫ്റ്റിയിൽ പോസിറ്റീവ് മൊമെന്റം തുടരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഒരു സൂപ്പർ പോസിറ്റീവിൽ തന്നെയാണ് നിഫ്റ്റി ഉള്ളത്. എന്നിരുന്നാലും ഓവർബോട്ട് സോണിലാണ് നിഫ്റ്റി ഉള്ളത് എന്നത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് RSI ഇപ്പോൾ 70-ലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പുൾ ബാക്കിനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. അപ്സൈഡിലെ ഒരു പ്രധാനപ്പെട്ട ലെവൽ എന്ന് പറയുന്നത് 24,100 മുതൽ 24,150 വരെയുള്ള ലെവലാണ്. കൂടാതെ ഡൗൺ സൈഡിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,800 ആണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ 25,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 24,000 സ്ട്രൈക്കിലും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 24,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 24,050-ൽ ഒരു ഹ്യൂജ് ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 27,861% വർധനവ് പുട്ട് സൈഡിൽ കാണാം. കോൾ സൈഡിൽ 260% മാത്രം വർധനവേ ഉള്ളൂ. അടുത്തത് 24,000 സ്ട്രൈക്കിൽ 684% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 15% മാത്രം വർധനവ് കോൾ സൈഡിൽ കാണാം, ഒരു ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പ്. അടുത്തതായി 24,100 സ്ട്രൈക്കിൽ 3,263% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 146% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. പുട്ട് സെല്ലേഴ്സ് വളരെ ശക്തമായി തന്നെയാണ് ഇവിടെ ഉള്ളത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഇന്നലെ ഒരു സൈഡ് വൈസിലായിരുന്നു ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നത്. ഒരു വോളറ്റൈൽ സെഷൻ തന്നെയായിരുന്നു ഇന്നലെ ത്രൂ ഔട്ട് കാണാനും സാധിച്ചത്. ഇന്നലെ 52,811-ൽ 59 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. 53,000-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചില്ല ഇന്നലെ. അപ്പോൾ ബാങ്ക് നിഫ്റ്റി 53,000 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആവാനാണ് സാധ്യതയുള്ളത്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 52,700 ഒരു സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 53,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 54,000 സ്ട്രൈക്കിലും അതിനുശേഷം 53,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 53,000-ൽ തന്നെയാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 52,000 സ്ട്രൈക്കിലും അതിനുശേഷം 52,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പരിശോധിക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 53,000 ആയിട്ടാണ് കാണുന്നത്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,500. ഇന്ത്യ വിക്സിലേക്ക് 14.15-ൽ 0.77% ഉയർന്നാണ് ഇന്നലെ ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. അടുത്തതായി FII-DA ആക്ടിവിറ്റിയിലേക്ക്. FIIs ഇന്നലെ 7,658 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത്. DIs ആവട്ടെ 3,605 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഇന്നലെ FIIs ആണ് മാർക്കറ്റിനെ ഉയർത്തിയത് എന്ന് കാണാം. ഇതിന് തൊട്ടു മുൻപുള്ള ദിവസം ബുധനാഴ്ചത്തെ ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക DIs ഒരു ബൈയിങ്ങിലേക്ക് പോയി, FIIs ഒരു സെല്ലിങ്ങിലേക്ക് പോയി. എന്നിരുന്നാലും മാർക്കറ്റ് ഉയരുകയാണ് ഉണ്ടായത്. US മാർക്കറ്റിലേക്ക് ഇന്ന് പുറത്തു വരാനിരിക്കുന്ന പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയ്ക്ക് മുന്നോടിയായി US മാർക്കറ്റുകൾ ചെറിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇന്നലെ പുറത്തു വന്ന ഡാറ്റ US മാനുഫാക്ചർഡ് ക്യാപിറ്റൽ ഗുഡ്സ് പുതിയ ഓർഡറുകൾ മെയ് മാസത്തിൽ അപ്രതീക്ഷിതമായി ഇടിഞ്ഞതായി ഡാറ്റ കാണിക്കുന്നു. അതേസമയം കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സിൽ 0.1% ഇടിവുണ്ടായി. 0.2% വർധനവാണ് വിദഗ്ധർ പ്രവചിച്ചിരുന്നത്. ദുർബലമായ സമ്പദ് വ്യവസ്ഥ സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ ഫെഡറൽ റിസർവിനെ പ്രേരിപ്പിക്കുമെന്ന് നിക്ഷേപകരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ പ്രതിവാര തൊഴിലില്ലായ്മ ക്ലെയിമുകൾ 2,33,000-ആയി കുറഞ്ഞു. 2,36,000-ആണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നലെ പുറത്തു വന്ന റിസൾട്ടുകൾക്ക് ശേഷം നൈക്ക് 12% ഇടിയുകയുണ്ടായി. ഇന്ന് പുറത്തു വരാനിരിക്കുന്ന PCE ഡാറ്റയിലാണ് ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. PCE റീഡിംഗ് ഏപ്രിൽ മാസവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലാറ്റ് ആവാനാണ് സാധ്യതയുള്ളത്. ഇയർ ഓൺ ഇയറിൽ 2.6% വർധനവ് ഉണ്ടാകും എന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ടെക് സൈഡിൽ ഇൻഫോസിസ് 2.25% ഇന്നലെ ഉയർന്നത്. വിപ്രോയും 2.56% നേട്ടമുണ്ടാക്കി. ബാങ്കിംഗ് സൈഡിൽ HDFC ബാങ്ക് 0.20% ഇടിഞ്ഞു. ICICI ബാങ്ക് 0.38% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡിയാണ് ഇന്നലെ വലിയ നേട്ടമുണ്ടാക്കിയത്. 4.68% ഉയർന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് 1.49% നേട്ടമുണ്ടാക്കി. അടുത്തതായി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ്. ഡൗ ജോൺസ്
0.08% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. S&P 500 0.16% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നടക്കുന്നത്, US പ്രസിഡന്റ് ബൈഡനും ട്രംപും തമ്മിൽ ഇന്ന് പ്രസിഡൻഷ്യൽ ഡിബേറ്റ് നടക്കുകയാണ്. ഇന്ത്യൻ സമയം രാവിലെ 6:30 ഡിബേറ്റ് ആരംഭിക്കുക. യൂറോപ്യൻ മാർക്കറ്റുകൾ തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും യൂറോപ്യൻ മാർക്കറ്റുകൾ ഇടിഞ്ഞു. UK മാർക്കറ്റ് FTSE 0.55% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 1.03% ഇടിഞ്ഞു. സ്റ്റോക്ക് 600 0.4% ഇടിയുകയുണ്ടായി. ജർമ്മൻ മാർക്കറ്റ് DAX മാത്രമാണ് ഇന്നലെ അവിടെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത് 0.30% ഉയർന്നത്. മീഡിയ സ്റ്റോക്കുകൾ 0.45% നേട്ടമുണ്ടാക്കി. റീറ്റെയിൽ സ്റ്റോക്കുകൾ 1.86% ഇടിയുകയും ചെയ്തു. സെക്കൻഡ് ക്വാർട്ടറിൽ പ്രോഫിറ്റിൽ ചെറിയ വർധനവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന പ്രതീക്ഷകൾ കാരണം H&M 13% ഇന്നലെ അവിടെ ഇടിയുകയുണ്ടായി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ചെറിയ പോസിറ്റീവിൽ മാത്രമാണുള്ളത്. DAX 0.02% നേട്ടത്തിൽ. CAC, FTSE എന്നിവ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ജപ്പാൻ കറൻസി yen തന്നെയാണ് ഫോക്കസിലുള്ളത്. ജപ്പാൻ കറൻസി yen ഇപ്പോഴും ഡോളറിനെതിരെ 160 മാർക്കിന് മുകളിലാണ്. വ്യാഴാഴ്ച yen 38 വർഷത്തിനിടയിലെ ഏറ്റവും ദുർബലമായ നിലയിലെത്തിയിരുന്നു. ഏതായാലും ജപ്പാൻ ഗവൺമെൻറ് ഇടപെടും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ജപ്പാനിൽ നിന്നും ടോക്കിയോ ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ന് പുറത്തു വരാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,194.50 എന്ന നിലയിലാണ്. 58.50 പോയിന്റ്സ് ഉയർന്നാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതായത് നിഫ്റ്റിയിൽ ഇന്ന് 65 മുതൽ 75 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് 0.91% നേട്ടത്തിൽ. സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. തായ്വാൻ മാർക്കറ്റും ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ ബ്രൻറ്റും WTIയും 1% മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $85.44 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.20% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $81.99 പെർ ബാരൽ എന്ന നിലയിൽ 0.32% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, അൽ ജസീറ എന്നീ മാധ്യമങ്ങളിൽ നിന്നൊക്കെയാണ് എടുത്തിട്ടുള്ളത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഏവർക്കും നന്ദി.